പ്രിയപ്പെട്ടവരെ, ഇത് നമ്മുടെ നാട്ടിലിപ്പോൾ വളർന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ വ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വിശേഷമാണ് വളരെയേറെയുള്ള വന്യജീവി ശല്യം. എല്ലാവിധ കൃഷിക്കാർക്കും വളരെയേറെ ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇത്തരത്തിലുള്ള. മുമ്പൊക്കെ മുള്ളം പന്നിയായിരുന്നു വന്നിട്ട് പല കൃഷി തൈകളൊക്കെ നശിപ്പിച്ചിരുന്നെങ്കിൽ ഇന്ന് അതിനപ്പുറത്ത് കാട്ടുപന്നികൾ കൂടി ഇറങ്ങിയിരിക്കുകയാണ്. യാതൊരുവിധ കൃഷിയോ അല്ലെങ്കിലും വല്ല തൈകളോ പോലും നമുക്ക് നടാൻ പറ്റാത്ത ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ കണ്ടിരിക്കും, എല്ലാം തന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. സാധാരണ വലിയ വലിയ കർഷകർ മാത്രമല്ല, ചെറിയ രീതിയിൽ നമ്മുടെ വീടുകളിലൊക്കെ പല തൈകളൊക്കെ നമ്മൾ നടാൻ സമയത്ത് പോലും ഇത് വളരെ ചെറുത് ഒരു ദിവസം നമ്മൾ നട്ടിട്ടുണ്ടെങ്കിൽ പിറ്റേന്ന് പോയി കഴിഞ്ഞാൽ അത് മാന്തി കൊണ്ടുപോയി അതിനെ തന്നെ ഇല്ലാതാക്കുന്ന രീതിയിൽ. അതുകൊണ്ട് തന്നെ നമുക്ക് യാതൊരുവിധ കൃഷിയും ഇപ്പോൾ ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ്. വലിയൊരു കൃഷിക്കാരനൊന്നുമല്ലെങ്കിലും ചെറിയ ചെറിയ തൈകളൊക്കെ, തെങ്ങിൻ തൈകളും മറ്റു തൈകളൊക്കെ നമ്മൾ നട്ട് പിടിപ്പിക്കുമ്പോൾ അത് വരാൻ പോലും കഴിയാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ വന്നിട്ടുള്ളത്. ഇതിനെതിരെ നമ്മളെല്ലാവരും ഒന്നിച്ച് പോരാടിക്കൊണ്ട് പഞ്ചായത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിക്കൊണ്ട് അവരിൽ നിന്നും കാര്യമായ ഒരു ആക്ഷൻ എടുപ്പിച്ചേ മതിയാവും. നമുക്ക് ഒന്നും രണ്ടും പേരുടെ നൂറുകണക്കിന് ആൾക്കാരുടെ പറമ്പുകളിലെ കൃഷികളും മറ്റുമാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭാവിയിൽ ഒരു തൈകൾ പോലും, ഒരു തെങ്ങിൻ തൈകൾ പോലും മറ്റു പല വൃക്ഷങ്ങൾ പോലും നമ്മുടെ നാടുകളിൽ ഇല്ലാതായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിലേക്ക് എത്തിപ്പെടും. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള കാട്ടുപന്നി ശല്യത്തെ ഇല്ലാതാക്കാൻ വേണ്ടി, പഞ്ചായത്തിൻ്റെ കണ്ണ് തുറപ്പിക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചുകൊണ്ട് പഞ്ചായത്തിൽ അതിൻ്റേതായിട്ടുള്ള ആക്ഷനും മറ്റും എടുക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാവിധ പ്രതിഷേധത്തിലും അതേപോലെ അവർക്ക് അതിനുള്ള സപ്പോർട്ടും ചെയ്തുകൊണ്ട് നമ്മുടെ നാടുകളിൽ ഇത്തരത്തിൽ കൃഷിയെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇത്തരം കാട്ടുപന്നികളും മറ്റു വന്യജീവികളൊക്കെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവർത്തനത്തിലേക്ക് എല്ലാവരും സപ്പോർട്ട് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.